ഇന്ത്യയിലുള്ള അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോർ അടുത്തിടെ ശ്രീനഗർ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ കഴിഞ്ഞ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം ജമ്മു കാശ്മീരിലേക്ക് പോകുന്നത്. US അംബാസിഡറും അദ്ദേഹത്തിന്റെ ടീമും അദ്ദേഹം ഒമർ അബ്ദുള്ളയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി, ഗവർണറുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ സെർജിയോ ഗോർ അവിടെ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ജമ്മു കാശ്മീരിനെ ഇന്ത്യയുടെ പ്രധാന ഭാഗം എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. ഈ സംഭവം വാർത്താ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത് പാകിസ്ഥാന്റെയും ശ്രദ്ധയിൽപ്പെടുന്നു. തുടർന്ന് അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ കടുത്ത നയതന്ത്ര തർക്കം ഉടലെടുക്കുന്നതിന് ഇത് കാരണമായിരിക്കുകയാണ്. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു സെർജിയോ ഗോർ ജമ്മു കാശ്മീരിനെ ഇന്ത്യയുടെ പ്രധാന ഭാഗം എന്ന് വിശേഷിപ്പിച്ചത്. ഇതേ തുടർന്ന് ശക്തമായ പ്രതിഷേധം അറിയിച്ച പാകിസ്ഥാൻ അമേരിക്കൻ നയതന്ത്രജ്ഞരെ വിളിച്ചു വരുത്തി ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ഇവിടെ ഈ ഒരു സന്ദർശനവും സെർജിയോ ഗോറിന്റെ സ്റ്റേറ്റ്മെന്റും ഒക്കെ വളരെ പ്രധാനമാണ്. കഴിഞ്ഞ 6 വർഷത്തിനിടെ ജമ്മു കാശ്മീർ സന്ദർശിക്കുന്ന ആദ്യത്തെ US അംബാസിഡറാണ് സെർജിയോ ഗോർ. കൂടാതെ 2011 ശേഷം പ്രദേശത്തെ ഒരു മുഖ്യമന്ത്രിയുമായി അമേരിക്കൻ പ്രതിനിധി നടത്തുന്ന ആദ്യത്തെ ഔദ്യോഗിക കൂടിക്കാഴ്ചയുമാണ്. മാത്രമല്ല, പ്രാദേശിക ഭരണകൂടം സുരക്ഷ മെച്ചപ്പെടുത്തിയ സാഹചര്യത്തിൽ അമേരിക്കൻ പൗരന്മാർക്കായി കാശ്മീരിലേക്ക് പുറപ്പെടുവിച്ചിട്ടുള്ള യാത്രാ മുന്നറിയിപ്പ് പുനഃപരിശോധിക്കുമെന്ന് സെർജിയോ ഗോർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് മേഖലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യവുമാണ്. എന്തായാലും സെർജിയോ ഗോറിന്റെ പരാമർശത്തെ തുടർന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പരാമർശത്തിന് പിന്നാലെ ഇസ്ലാമാബാദിലെ US ചാർജ് ഡി അഫയേഴ്സ് നത്താലി ബേക്കറെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തി പാകിസ്ഥാൻ ഔദ്യോഗിക പ്രതിഷേധം അറിയിച്ചു. പാകിസ്ഥാൻ പറഞ്ഞത് ഇപ്രകാരമാണ്: സെർജിയോ ഗോറിന്റെ പരാമർശം വസ്തുതാവിരുദ്ധവും ഉത്തരവാദിത്വം ഇല്ലാത്തതുമാണ് എന്നാണ്. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പ്രമേയങ്ങൾ അനുസരിച്ച് ജമ്മു കാശ്മീർ ഒരു തർക്കപ്രദേശമാണെന്നാണ് പാകിസ്ഥാന്റെ നിലപാട്. കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമായിട്ട് US വിശേഷിപ്പിച്ചത് ശരിക്കും പാകിസ്ഥാനെ ഞെട്ടിച്ചിട്ടുണ്ട്. വാഷിംഗ്ടണിന്റെ മുൻകാല നയതന്ത്ര നിലപാടുകൾക്കും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും വിരുദ്ധമാണ് ഇപ്പോഴത്തെ അവരുടെ നിലപാടെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. മുൻപ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്ത മധ്യസ്ഥത നിരാകരിക്കുന്ന രീതിയിലാകരുത് അമേരിക്കൻ പ്രതിനിധികളുടെ പ്രസ്താവനകളെന്നാണ് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത്. കാശ്മീർ വിഷയത്തില് അമേരിക്കൻ പ്രതിനിധികൾ പരസ്യമായി സംസാരിക്കുന്നത് അപൂർവമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കേണ്ട വിഷയമാണിത് എന്നാണ് അമേരിക്ക സാധാരണ എടുക്കുന്ന നിലപാട്. എന്നാൽ ജമ്മു കാശ്മീർ പൂർണ്ണമായും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും മൂന്നാമതൊരു രാജ്യത്തിന്റെ മധ്യസ്ഥത ആവശ്യമില്ല എന്നതുമാണ് ഇന്ത്യയുടെ നിലപാട്. എന്നാൽ സെർജിയോ ഗോർ ഇപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമെന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ വലിയ പ്രതിരോധത്തിൽ തന്നെയാണ്. 2-3 വിഷയങ്ങൾ നമ്മൾ ഇതിന്റെ പുറകിൽ കാണേണ്ടതുണ്ട്. പാക് അധീന കാശ്മീരിൽ നടക്കുന്ന ജനകീയ പ്രതിഷേധങ്ങൾ, ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ, ഇന്ത്യയുടെ ഭാഗമാകണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ നിരവധിയാണ്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഒരുപാട് അത് കാണിക്കില്ല, അതുകൊണ്ട് പലരും അറിഞ്ഞു കാണില്ല. ധാരാളം പാക് അധീന കാശ്മീരിൽ നിന്നുള്ള വീഡിയോകൾ വന്നിട്ടുണ്ട്. കൺഫേംഡ് വീഡിയോകളാണ്, AI ഒന്നുമല്ല. ആ വീഡിയോകളിൽ നിരവധി ആളുകളാണ് ഇന്ത്യയുടെ ഭാഗമാകണമെന്ന് ആവശ്യപ്പെടുന്നത്, പാകിസ്ഥാനിൽ നിന്ന് വേർപെടണമെന്ന് ആവശ്യപ്പെടുന്നത്, ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത്. സോ പാക് അധീന കാശ്മീരിൽ കാറ്റു മാറി വീശുകയാണ്. ഭരണകൂടത്തിനും സൈന്യത്തിനുമെതിരായ വലിയൊരു ജനകീയ പ്രതിഷേധം അവിടെ നടക്കുകയാണ്. മറ്റൊരു വശത്ത് ബലൂചിസ്ഥാനിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഖൈബർ പക്തൂൺഖ മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. പാകിസ്ഥാൻ ഇന്റേണലി ഭയങ്കരമായിട്ട് പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്താണ് സെർജിയോ ഗോർ ജമ്മു കാശ്മീർ സന്ദർശിക്കുന്നത്. അവിടെ വെച്ച് ഇത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പറയുന്നത്. സ്വാഭാവികമായി പാകിസ്ഥാൻ ഭയപ്പെടുന്നത് അമേരിക്കൻ ഇന്റലിജൻസിന് എന്തെങ്കിലും ഇക്കാര്യത്തിൽ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഭാവിയിൽ ഒരു വലിയ അട്ടിമറി പാക് അധീന കാശ്മീരിൽ നടക്കാൻ പോവുകയാണോ എന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നുണ്ട്. കാരണം അമേരിക്കയുടെ ഈ നീക്കത്തെ അവർ ആശങ്കയോടെ തന്നെയാണ് കാണുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാക് അധീന കാശ്മീർ ഇന്ത്യക്ക് ലഭിക്കേണ്ടതാണ്, എന്നും ഇന്ത്യയുടേതാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യ പാക് അധീന കാശ്മീർ തിരിച്ചെടുക്കാനുള്ള ഒരവസരവും പാഴാക്കി കളയില്ല. അത് സ്ട്രാറ്റജിക്കലി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാൻഡാണ്. മാത്രമല്ല, പൂർണ്ണമായ പാക് അധീന കാശ്മീർ ഇന്ത്യക്ക് ലഭിക്കുന്നതിലൂടെ എന്നേക്കുമായിട്ട് പാകിസ്ഥാൻ ചൈന അതിർത്തി ഇല്ലാതാക്കാൻ കഴിയുമെന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ഗോൾ. നമ്മൾ ആ ഒരു മേഖലയിലോട്ട് ഇതുവരെയും ചർച്ച കൊണ്ടുപോയിട്ടില്ല. നോക്കൂ, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? പാകിസ്ഥാനും ചൈനയും തമ്മിൽ അതിർത്തി പങ്കിടുന്നതാണ്. ഈ പാകിസ്ഥാനും ചൈനയും തമ്മിൽ എങ്ങനെയാണ് ഇപ്പോൾ അതിർത്തി ഉള്ളത്? അത് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലൂടെയാണ്.
സോ ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ ഇന്ത്യയുടേതായി മാറിക്കഴിഞ്ഞാൽ പാകിസ്ഥാനും ചൈനയ്ക്കും ഇടയിലായിട്ട് ശരിക്കും ഒരു മതില് പോലെ ആയിരിക്കും പിന്നെ ഇന്ത്യയുടെ അനുവാദം ഇല്ലാതെ അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു തരത്തിലും നീങ്ങാൻ കഴിയില്ല. ഇന്ത്യ അനുവാദം കൊടുക്കാനും പോകുന്നില്ല. പാകിസ്ഥാൻ ചൈന എക്കണോമിക് കോറിഡോർ എന്നേക്കുമായിട്ട് അവസാനിക്കുകയും ചെയ്യും. സോ അതുകൊണ്ട് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര തലത്തിൽ വലിയ വിജയമാണ്. അതിനകത്ത് 50 ലക്ഷം ആളുകളുണ്ട്, അവിടെ 1 കോടി ആളുകളുണ്ട്. അവരെ നമ്മൾ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നതിനൊന്നും ഒരു പ്രസക്തി അവിടെ ഇല്ല. നമ്മുടെ രാജ്യത്തിന്റെ ഫ്യൂച്ചറിന്, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ പാക് ഒക്യുപ്പൈഡ് കാശ്മീർ തിരിച്ചെടുക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിക്ക് കൂടി ആവശ്യമാണ്. ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഇങ്ങനെ ഒന്നിച്ച് മുന്നോട്ട് പോകുന്നത് നമുക്ക് ഒരിക്കലും ഗുണമല്ല. അപ്പൊ അതുകൊണ്ട് സെർജിയോ ഗോറിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അതിനിപ്പോ ഒരു ടങ് സ്ലിപ്പ് ആണെങ്കിൽ പോലും ഇന്ത്യക്ക് ഭയങ്കര ബെനിഫിറ്റ് ആണ്. കാരണം ഇന്ത്യ കുറെ കാലമായിട്ട് അന്താരാഷ്ട്ര വേദികളിൽ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ഒരു വാദത്തെ അമേരിക്ക പരോക്ഷമായിട്ട് സമ്മതിക്കുകയാണ്. പാക് ഒക്യുപ്പൈഡ് കാശ്മീർ അടങ്ങുന്ന ജമ്മു കാശ്മീർ പൂർണ്ണമായിട്ട് ഇന്ത്യയുടേതാണെന്ന് തന്നെയാണ് അമേരിക്ക ഇവിടെ സമ്മതിച്ചിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.